ഹലോ, ഞാൻ ഇവിടെ ബുധനാഴ്ച ഞാൻ വന്നായിരുന്നേ. ഇവന് ചികിത്സിക്കാൻ വേണ്ടി. ഇവനെ ഞാൻ റോഡിൽ കണ്ട. അപ്പോൾ ഇവനെ ഞാൻ ഇവിടെ വന്നിട്ട് ചികിത്സ എടുത്ത് സാർ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ആ ചീട്ടും മറ്റതും കാണാതെ പോയി. ഇപ്പോൾ അന്നത്തെ ഇത് വെനസ്ഡേ ഒരു 5 തൊട്ട് 6 മണിയുടെ ഉള്ളിൽ എബി മാർക്കോസ് ആണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഡേ ബിഫോർ യെസ്റ്റർഡേ. അന്നത്തെ എൻ്റെ പേരുണ്ടെന്ന് പറയണം. ആക്ച്വലി റെക്കോർഡ് ചെയ്യുക. എനിക്കിത് ഡൊണേഷൻ ചോദിക്കുക ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയേ. വെനസ്ഡേ. ബിക്കോസ് ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയതാണ്. വെനസ്ഡേ അല്ല, സോറി, ട്യൂസ്ഡേ. മൈൻഡ് ബാഡ്. ട്യൂസ്ഡേ ആണ് വന്നത്. ബിക്കോസ് വെനസ്ഡേ ഒരു കല്യാണം വന്നത്, ഇന്നലെ ഒരു അവധി. എബി മാർക്കോസ് അങ്ങനെ. അവൻ കാണിച്ചായിരുന്നു. അല്ലല്ല, എബി മാർക്കോസ്. EBYMARKOS. അല്ലേ, രജിസ്റ്ററിൽ ഉണ്ടാവില്ല പേര്. എബി മാർക്കോസ് നമ്പറും കിട്ടുന്നത്. അതാണ് എബി ചീരംകുളം. അത് എൻ്റെ വീട്ടുപേര്, ചീരംകുളം. ഷുവർ. So hey guys, so we have reached at the Kodimata Veterinary Hospital, and doctor has taken his medical sheet and medical form, and he'll come shortly. And right now here Tom is sitting and I'm waiting for the doctor to come, and he will tell what X-ray of which body part of Tom's should be taken for the X-ray test. And after the X-ray, then the doctor will decide what will be the next procedure for his treatment. So I'll update you in shortly. Excuse me. എത്ര വ്യൂസാണ് പറഞ്ഞിരിക്കുന്നത്? 600 രൂപ അല്ലേ? താങ്ക് യു. ഔട്ട് വന്നേ, വെളിയിൽ വന്നേ, ബാ. സോഫ്റ്റ്വെയറിനാൾ വന്നോ? ചങ്ങായി പോയോ? ഇത് ഇപ്പെല്ലാം ഒടിഞ്ഞു പോടാ. ഇതുണ്ടോ, ഈ സാധനം ഇതെല്ലാം തകർന്നു പോയി. അയ്യോ, ഈ ബോണല്ല, ഈ ബോൺ ഒരു കുഴിക്കകത്തേക്ക് ഇങ്ങനെ ഇരിക്കണ്ട, അത് ഇങ്ങനെ ഇരിക്കണ്ട, ഇടുപ്പല്. അത് ഇവിടെ ഇതല്ല, ഇവിടെ വെച്ച് ഫ്രാക്ചർ ആയി പോയി. ഫ്രാക്ചർ വേറെ ഏതായിരുന്നു? മറ്റെല്ലാം വലിയ കുഴപ്പമില്ല. ഇവിടെ കൊണ്ടോ തകർന്നു പോയിരിക്കുന്നത്. അപ്പിടാൻ പോകുന്നില്ലടാ. ഇല്ലേ, തൂറാൻ പറ്റുന്നില്ല. തൂറുന്നേ ഇല്ല. അപ്പി പോയില്ല, കാരണം ഇവിടെ എല്ലാം തകർന്നിരിക്കുക. ഇപ്പം തന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന സാധനമല്ലടാ. അപ്പം ഞങ്ങളൊരു എല്ലിന് കമ്പി ഇട്ടതേ ഉള്ളൂ. അതൊക്കെ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സർജറികളുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്, നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കാലിന് ഞരമ്പിന് വല്ല ഇതുകൊണ്ടോടെ കാലൊക്കെ ഇട്ട് മാറ്റൊക്കെ വെക്കുന്നുണ്ടല്ലേ? ഇപ്പം നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിരങ്ങിയാ പോകുന്നത്. അതല്ല, ഇതുകൊണ്ടോ
ഇനി ഞരമ്പിൽ വേദന ഇല്ലാതെ ആ ചെറുതായിട്ടുണ്ടാ. സോറിടാ, അത് ഡോക്ടർ നോക്കിയതാ കേട്ടോ. ലക്സ് ഞാൻ പറയാം, അവിടെ വേറൊരു സീനിയർ ഡോക്ടർ വന്നിട്ടുണ്ട്. പുള്ളിനെ കൂടി ഒന്ന് കാണിക്കട്ടെ. ഇത് എനിക്ക് തോന്നുന്നില്ല വി ക്യാൻ മാനേജ് ചെയ്യാൻ. ശരി, കൺസൾട്ട് ചെയ്തിട്ട് കോളേജിലോ അങ്ങനെ വല്ലതും കൊണ്ടുകൊണ്ട് വരും. കോളേജ് ഏത്? വെറ്റിനറി കോളേജിലോ മറ്റും. വെറ്റിനറി കോളേജോ? ഗവൺമെന്റിൽ നമുക്കിപ്പോൾ അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുള്ളല്ലോ. പ്രൈവറ്റ് നമ്മൾ റെഫർ ചെയ്യില്ല. പ്രൈവറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കോസ്റ്റ് ആവും. 10,000-25,000 രൂപയൊക്കെ. ഇച്ചിരി ചിലവ് കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ കോളേജിലൊക്കെ പറ്റുള്ളൂ. സോ ആ ബോണ് ബ്ലോക്കേജ് ആവുക അവൻ്റെ ഏനസിൻ്റെ അവിടെ, ഇടുപ്പിലിൻ്റെ അകത്തൂടെയായി മറ്റേ മലാശയത്തിൽ. ഇംഗ്ലീഷ് പറയാത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് പറയാം. This colon is passing through this pelvic bone, means rectum. This pelvic bone is itself is fractured, so it is inhibiting the flow, natural flow. Okay. So now after consulting only with the this we have to correct this thing. This is an orthopedic condition. Okay. This is a complex fracture. Okay. This thing we need to screw or something like that. This thing we have to reconstruction. We have to. We have to reconstruct. Okay. It's a very difficult fracture. Okay. Sure. Bye. ഈ സാധനമല്ല സാറേ, ഇതൊന്നും ഇതിൻ്റെ ഗ്ലിനോയിഡ് ക്യാവിറ്റിയൊക്കെ ഈ സാധനം പോയി. എൻ്റെ ബോൾ ആൻഡ് സോക്കറ്റ് എല്ലാ ബോളുണ്ട്, സോക്കറ്റൊക്കെ പോയി. ഇവിടെ വെച്ച് ക്രഷ് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല, ഇത് ഭയങ്കര കോംപ്ലക്സ് ആണ്. വണ്ടി ഇടിച്ചേക്കുന്നത്, വണ്ടി ഇടിക്കുകയോ അടിക്കുകയോ ചെയ്തായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം. എന്നിട്ട് I don't think we can manage it here. Sure. ശരി. You may have to go to veterinary college or something. Okay. Veterinary college. Veterinary college. So okay. Where is the veterinary college nearby? Manuti. Where? Manuti. Almost 5-6 kilometers from the Thrissur town. Oh, it's in Thrissur. Okay. Yeah. Fine. Thank you so much. I'll wait outside. വീണ്ടും റിപ്പീറ്റ് ചെയ്യാമോ? യങ് ഏജ് ആയതുകൊണ്ടേ പെട്ടെന്ന് റെഡിയായി വരും. അതിനുള്ള മരുന്നുകൾ കൊടുത്താൽ കേട്ടോ. ഇപ്പോൾ തൂറാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വേദന ഉണ്ടാവും. കണ്ടീഷൻസ് അതിനുള്ള മരുന്നുകൾ ചെയ്ത് കഴിഞ്ഞാൽ മാറി വരും. പടവനെ നാച്ചുറൽ ഹീലിംഗിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നാച്ചുറൽ ക്ലീനിങ് അല്ലേ? ഇതിലിപ്പോൾ ഏകദേശം എത്ര വയസ്സായിരിക്കും? ഇതൊരു 3-4 മാസം. 4 മാസമായിരിക്കും മാക്സിമം അല്ലേ? അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവന് മരുന്ന് വെച്ചിട്ട് ചികിത്സ അല്ലേ? വെറുതെ മാറാവുന്നതേ ഉള്ളൂ. ഒരു 1 മന്ത് ഇച്ചിരി ടൈം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ. 1 മന്ത് എടുക്കും. നടക്കുക. ശരി. താങ്ക് യു സർ.